ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുമാത്രമല്ല, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ കുട്ടികളൊക്കെ മരുന്ന് കൊടുക്കുന്ന ഈ കുപ്പിയുണ്ടല്ലോ, അപ്പോൾ നമ്മളെപ്പോഴും ഇതേപോലെ തുറന്നു അടച്ച് വരുമ്പോൾ അത് ലൂസാകും. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്തിട്ട് അവിടെ വയ്ക്കുമ്പോഴത്തേനും അത് നിറയെ എറുമ്പൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എറുമ്പ് കയറാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ മൂടിക്കകത്ത് ആദ്യം ഒരു റബ്ബർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മരുന്ന് ഒഴിച്ചതിന് ശേഷം ആ ചുറ്റുഭാഗവും ഒന്ന് വെള്ളം വെച്ചൊന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ അടച്ചു കൊടുത്താൽ ഒട്ടും ഉറുമ്പൊന്നും വരത്തില്ല. അതല്ല എങ്കിൽ ആ മരുന്നൊക്കെ ഉറുമ്പ് കയറി മരുന്ന് പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അടുത്ത ടിപ്പിലോട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ കിഴങ്ങൊക്കെ മേടിച്ച് വയ്ക്കുമ്പോഴത്തേനും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കേടായി പോകും അല്ലേ, അപ്പോൾ ചീഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വിനാഗിരി ഉണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര നാൾ വേണേലും കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എത്ര കിഴങ്ങുണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ കിഴങ്ങ് സൂക്ഷിക്കുന്ന പാത്രത്തിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും നമുക്ക് കിഴങ്ങ് കേടാകാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടോ? അപ്പം നമുക്ക് കിഴങ്ങ് സൂക്ഷിക്കുന്നതിന് പാടില്ല. കാരണം അതിൻ്റെ പുറം ഭാഗം ചീഞ്ഞ് പോവുകയൊന്നും ചെയ്യില്ല. അതിൻ്റെ തൊലി തന്നെ ഫ്രഷായിട്ട് എപ്പോഴും നമ്മൾ മേടിച്ച അതേപോലെ തന്നെ ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും. അടുത്ത ടിപ്പിലോട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ വണ്ടൊക്കെ കയറുന്ന അരിയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും വണ്ടൊക്കെ ഉള്ള അരിയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു മുറത്തി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റുഭാഗവും എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ വണ്ടുണ്ടെങ്കിൽ ആ ചുറ്റുഭാഗത്തായിട്ട് അത് കയറിപ്പോകുന്നതായിട്ട് കാണാം. ഇതിപ്പം വണ്ടില്ലാത്ത അരിയായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തൂക്കാനൊക്കെ മടിയുള്ള ദിവസവും തൂക്കാനും തുടയ്ക്കാനും മടിയുള്ള ദിവസം ഇതേപോലെ ബ്രഷോ നമ്മുടെ വീട്ടിൽ ഏത് ചൂലാണോ ഉള്ളത് അതാണേലും മതി. അപ്പോൾ നമുക്കതിനകത്തോട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഒരു ലെയർ മാത്രമേ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ പുറത്തായിട്ട് ഒരു ലെയറും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ലെയർ മാത്രമേ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏത് ചൂലാണോ നമ്മുടെ കയ്യിലുള്ളത് അതിനകത്ത് വേണേലും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ ഒരു പിന്ന് വെച്ചിട്ട് മടക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് എടുക്കുന്നതിനും മടക്കി വെക്കുന്നതിനും ഒന്നും ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. അല്ലെങ്കിൽ അത് തമ്മിൽ ഒട്ടിപ്പോയാൽ വളരെ പാടാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ബ്രഷിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിൻ്റെ അടി, ആലമാരയുടെ അടി, ഫ്രിഡ്ജിൻ്റെ അടി, കസേരയുടെ അടിയിലൊക്കെ തൂക്കുന്നതിന് അതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ ഈ ചൂലാണേലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് വേണേലും നമുക്ക് ആ തുമ്പ് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും നിരപ്പുള്ള ചൂലായിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനതാണ് ബ്രഷ് എടുത്തത്. അപ്പോൾ അതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ തൂക്കുന്നത് കാണിച്ചു തരാം. ഉണ്ടോ? അപ്പോൾ ഇതേപോലെ നമ്മുടെ കുഷ്യൻ സെറ്റിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ തൂത്താൽ നമുക്ക് അതിന് അടിയിലുള്ള ചവറ്, അതേപോലെ തന്നെ മണ്ണ്, പൊടി, മുടി, നൂലുകളെല്ലാം അതിനകത്ത് കയറി പിടിച്ചോളും. അപ്പോൾ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തൂപ്പും തുടപ്പും ഒരുപോലെ തന്നെ നടക്കും. തുടച്ച കണക്ക് തന്നെ മണ്ണും പൊടിയും എല്ലാം അതിനകത്തോട്ട് കയറും. ഉണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് തൂക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടിഭാഗം, കസേരയുടെയൊക്കെ അടിഭാഗം, അതേപോലെ തന്നെ കട്ടിലിൻ്റെ അടിഭാഗം, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തൂക്കുക. അതേപോലെ ചിലന്തി വല അടിക്കുന്നതിനും ഇത് നല്ലത് തന്നെയാണ്. അപ്പോൾ എന്താണ്ട് കസേരയുടെ അടി, കട്ടിലിൻ്റെ അടി എല്ലാം ഇതേപോലെ ആക്കിയെടുക്കുക. വളരെ ഈസിയാണ്. നമുക്ക് എന്നിട്ട് ലാസ്റ്റ് ഇതേപോലെ തൂത്ത് ഒതുക്കുകയും ചെയ്യാം. കണ്ടോ? എന്നിട്ട് നമുക്ക് അതിനകത്ത് ഇതേപോലെ മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ഒട്ടിച്ചിട്ട് വീണ്ടും പൊടിയുണ്ടെങ്കിൽ ഇതേപോലെ തൂത്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ അടുത്ത ടിപ്പ്, നമ്മുടെ സിങ്കൊക്കെ നമ്മൾ ഇതേപോലെ രാത്രി ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം സിങ്ക് ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഹാർപ്പിക്ക് അതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം പുറത്തോട്ടൊന്നും ആകരുത്. എന്നിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ രാവിലെ ആകുമ്പോഴത്തേന് ബ്ലോക്കൊക്കെ മാറിക്കിട്ടും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ബ്ലോക്കൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ചെയ്താൽ പിന്നീട് കുറേ നാളത്തേക്ക് ബ്ലോക്ക് ഉണ്ടാവില്ല.
കണ്ടോ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും അത് ക്ലീൻ ആയി കിട്ടും. അപ്പോൾ എത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. അതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.